ഹലോ ഗൈസ്, നമ്മൾ സാധാരണയായിട്ട് പൊരിത്തല ഉണ്ടാക്കുന്ന അരിപ്പൊടിയിലല്ലേ, നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് ആട്ടപ്പൊടിയിൽ ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? വാ. ആദ്യം നമ്മൾ ആവശ്യത്തിന് ആട്ടപ്പൊടി അരിച്ചങ്ങായിട്ട് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പുഴുവൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അരിച്ചെടുക്കുക. കുറച്ച് ഉപ്പും ഇട്ട് നമ്മൾ ചപ്പാത്തി മാവിന് കുഴക്കുന്നത് പോലെ ചൂടുവെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കുക. ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഇല കഴുകിയെടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലോട്ട് വേണ്ടതാണ് തേങ്ങയും ചിരകിയെടുക്കണം. തേങ്ങയിലേക്ക് നമ്മൾ പഞ്ചസാരയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മളുടെ ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ടാവും. നമ്മൾ നല്ല രീതിക്ക് തന്നെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ നല്ല രീതിക്ക് കുഴച്ചെടുക്കുക. ബോൾസ് ആക്കിങ്ങായിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഓരോ ഉണ്ടകൾ എടുത്തങ്ങായിട്ട് നമ്മൾ പ്രസ്സിൽ വെച്ച് പരത്തി വാഴയിലേക്ക് വയ്ക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങ ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൽ എന്തോരം ഫില്ലിങ്സ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ, കാരണം ഓൾറെഡി നല്ല മധുരം ഉണ്ടാവും ഇതിന്. അപ്പോൾ നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫില്ലിങ്സ് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇഡ്ഡലി തട്ടിൽ ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ട് നമ്മൾ 2 എണ്ണം എടുത്ത് പ്ലേറ്റിലോട്ട് വയ്ക്കുക. കൂടെ ഒരു കട്ടൻ ചായയും. ആഹാ, അന്തസ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നമ്മൾ ഒരു പ്രാവശ്യം മസ്റ്റ് ട്രൈ ആണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളൊക്കെ വിട്ട് വരുന്ന പിള്ളേർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഈവനിങ് സ്നാക്ക് കൂടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.